നമസ്തേ, SK യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സനാതന സമ്പ്രദായം, ഹിന്ദു സമ്പ്രദായം അനുസരിച്ച് മഹാവിഷ്ണു അഥവാ പരബ്രഹ്മം 3 രൂപങ്ങൾ ആർജിച്ചത് സംബന്ധിച്ചാണ്. രജോ ഗുണം, സാത്വിക ഗുണം, തമോ ഗുണം. സൃഷ്ടി ഗുണം, സ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ ഗുണം, സംഹാരത്തിൻ്റെ ഗുണം. അത് തന്നെ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ രൂപപരിണാമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദപ്പെടുത്തി സംസാരിച്ചു വരികയാണ്. അതിനടിസ്ഥാനമായി ഉള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ മതങ്ങളും അവയുടെ തത്വങ്ങളും അവ പ്രതിപാദിക്കുന്ന ദൈവസങ്കല്പങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. അതിനാൽ മതവ്യത്യാസത്തിൽ ജനങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ല, പരസ്പര സ്പർദ്ധ വയ്ക്കാൻ പാടില്ല എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. എത്ര പേർക്ക് ഇത് ബോധ്യപ്പെടുമെന്നും എത്ര ജനം ഇത് കാണുമെന്നും നമുക്കറിയില്ല. നമ്മുടെ ഒരു കർത്തവ്യം പോലെ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉൾപ്പെടുന്ന 3 മതങ്ങളെയാണ് നമ്മൾ പരാമർശ വിഷയമാക്കിയിട്ടുള്ളത്. മുസ്ലിം മതം, ക്രിസ്ത്യൻ മതം, ഹിന്ദു മതം. ഇതിൽ തന്നെ പ്രാരംഭകാല ഗ്രന്ഥത്തിലും മുസ്ലിം മതത്തിലെ ഖുറാനിലും ബൈബിളിനെയും തോറയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, യേശുവിനെ അംഗീകരിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. ഈസാ നബി എന്ന് മുസ്ലിംസ് പറയുന്ന പ്രവാചകൻ അല്ല യേശു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലോട്ട് നമുക്ക് പിന്നെ കിടക്കാം. ഇപ്പോഴും നമ്മൾ പറഞ്ഞു വന്ന പശ്ചാത്തലം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ത്രിഗുണാത്മകമായി ഒരേ ദൈവം 3 പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മുസ്ലിംസിലേക്ക് വരുമ്പോഴും നമുക്ക് പേരുകൾ ഒരേപോലെ ആ അർത്ഥം വരുന്ന പേരുകൾ കാണാം. ഖാലിദ് എന്ന ബ്രഹ്മാവിനെ സൃഷ്ടാവേ എന്ന് വിളിക്കുന്നു. ആക്ച്വലി ഹിന്ദുക്കൾ ബ്രഹ്മാവേ എന്ന് വിളിക്കുന്നതിന് തുല്യമായ ഒരു പദമാണ്, വിളിപ്പേരാണ് അത്. സൃഷ്ടാവേ, സൃഷ്ടിച്ചവനെ, പടച്ചവനെ എന്നുള്ളതാണ്. പിന്നെ റബ്ബ്, രക്ഷകനെ എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ ഗുണാടിസ്ഥാനമായി 3ആയി പിരിയുന്ന ലോകത്തിന് അധിഷ്ഠാന, സംരക്ഷണ, നിർവഹണ ദേവതമാരായിട്ട് എല്ലാ മതത്തിലും ആൾക്കാരുണ്ട്. അത് മുസ്ലിം മതത്തിനെ സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ഒരേ ഒരു ദൈവം അള്ളാഹുവാണ്, ഏക ദൈവമാണ്. ഹിന്ദുക്കളിൽ വരുമ്പം പരബ്രഹ്മമായ ഏകദൈവം ബ്രഹ്മാവായും വിഷ്ണുവായും മഹേശ്വരനായും പ്രത്യക്ഷപ്പെട്ട് ഈ 3 പ്രവർത്തികൾ പ്രത്യേകം ചെയ്യുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് വരുന്നത്. അതേസമയം ഈ ഗുണവിശേഷത്തിൽ പ്രകടമാകുന്നില്ല എങ്കിലും ദൈവം എന്ന യഹോവ അദ്ദേഹം സ്രഷ്ടാവായും സംഹാരകനായും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം രക്ഷകനും കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രക്ഷാദൗത്യം, കാരുണ്യത്തോടു കൂടിയ രക്ഷാദൗത്യം മനുഷ്യരുടെ പാപമോചനത്തിനായി യേശുവിൻ്റെ രൂപത്തിൽ അവതരിച്ചു എന്നും പറയുന്നു. അപ്പോൾ യേശു രക്ഷകനാണ്. അതിൽ 3 സങ്കല്പങ്ങൾ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചുകൂടി ഗഹനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഈ പുരാണങ്ങളിൽ കുറേ വൈരുദ്ധ്യങ്ങൾ കൂടി കാണാം. അപ്രകാരം കാണുന്ന വൈരുദ്ധ്യങ്ങളെ എല്ലാം പ്രക്ഷിപ്തങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. ഹിന്ദു സമ്പ്രദായം അനുസരിച്ചുള്ള പുരാണ കഥകൾ ഏതായാലും മാനവീയമല്ലെങ്കിൽ, നമുക്കത് സ്വീകാര്യമല്ലെങ്കിൽ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കഥയെ എടുക്കേണ്ട, അത് പ്രക്ഷിപ്തമാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതോ സ്വീകരിക്കാൻ പാടില്ലാത്തതോ ആണെന്ന് ഒരാളിനെ വിശ്വസിക്കാം. വേറൊരാളെ സ്വീകരിക്കുന്നത് സ്വീകരിച്ചോട്ടെ, പക്ഷെ ഒരാളിനത് അങ്ങനെ തള്ളിക്കളയാം. ഞാൻ ആ കഥയെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ തള്ളിക്കളയേണ്ടവയെ തള്ളിക്കളഞ്ഞ് സ്വീകരിക്കേണ്ടവയെ സ്വീകരിച്ച് മാത്രം മനുഷ്യ സമാധാനത്തിനും മനുഷ്യ ശ്രേയസ്സിനുമായി മതത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്, മതത്തെയും ദൈവത്തെയും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇവിടെ മതഗ്രന്ഥങ്ങളിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങളിലും മുസ്ലിം മതഗ്രന്ഥങ്ങളിലും, അതായത് അവരുടെ ഖുർആനും ഹദീസുകളിലും ഒക്കെ വള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും മാറ്റാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാകാത്ത വസ്തുതകൾ പ്രതിപാദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പരാമർശിക്കാതെ ചിന്തിക്കാതെ ഇരുന്നാൽ മതി. പിന്തുടരാൻ ഒരുപാട് മാനവികമായ കാര്യങ്ങൾ ഉള്ളപ്പോൾ മനുഷ്യവിരുദ്ധമായി തോന്നുന്ന ചില കാര്യങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് കരുതി അവയെ
പുസ്തകത്തിൽ നിന്ന് മാറ്റുന്നതായി സങ്കല്പിക്കാതെ നമ്മുടെ പ്രവൃത്തി പദത്തിൽ നിന്ന് മാറ്റി നിർത്തി ആർക്കും ജീവിച്ചു പോകാൻ സാധിക്കും. ഖുറാനില് മുഹമ്മദ് നബി ചെറുപ്പക്കാരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കുറ്റമല്ലേ? യേശു ഇങ്ങനെ ചെയ്തത് കുറ്റമല്ലേ? മഹാവിഷ്ണു അങ്ങനെ ചെയ്തത് കുറ്റമല്ലേ? എന്നൊക്കെ പരസ്പരം ഡിബേറ്റ് സൃഷ്ടിച്ച് ഒരാള് അന്യമതക്കാരൻ്റെ ദൈവത്തെ അവഹേളിച്ച് അവരുടെ സിദ്ധാന്തത്തെ തമസ്കരിച്ച് ഏറ്റവും വലുത് എൻ്റെ മതസിദ്ധാന്തമാണെന്ന് സ്ഥാപിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ അതിനുള്ള പരിഹാരം എല്ലാവരും മതങ്ങളെ അറിയാൻ ശ്രമിക്കുക. ഞാൻ ഹിന്ദു മതത്തെക്കുറിച്ച് മാത്രം അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എല്ലാ മതങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നു. ആ മതങ്ങളിൽ മനുഷ്യന് അനുയോജ്യമായ, മനുഷ്യത്വത്തിന് അനുയോജ്യമായതെല്ലാം ഞാൻ സ്വീകരിക്കും. അതേസമയം മനുഷ്യത്വ വിരുദ്ധമായതെല്ലാം ഞാൻ അത് തെറ്റാണെന്ന് കരുതുകയോ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായത് തെറ്റ് തന്നെയാണെങ്കിൽ കൂടിയും അതിന് ഞാൻ തെറ്റായി വ്യാഖ്യാനിച്ചെടുക്കുന്ന അർത്ഥമായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം. കാരണം അതൊരു ദൈവീക ഗ്രന്ഥത്തിൽപ്പെട്ട കാരണമായതുകൊണ്ട് അത് പറഞ്ഞ സന്ദർഭവും ഉദ്ദേശിച്ച ലക്ഷ്യവും എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാനത് അനുവർത്തിക്കുന്നില്ല, മാറ്റിവെക്കുന്നു എന്ന സങ്കല്പമാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ അതിനെല്ലാം വിമർശിച്ച് തള്ളാനല്ല. നമുക്കതിനെ എടുത്തു വെച്ച് പരിശോധിച്ച് ചിന്തിച്ചിട്ട് നമുക്കത് അനുയോജ്യമാണല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം ശരിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം, ആന്തരികാർത്ഥം ശരിക്കും മനസ്സിലാകാത്തതുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് മാറ്റിവെക്കാം. അങ്ങനെ ഒരു മനോഭാവം എല്ലാവരും കാണിക്കണം. ഇപ്പം ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വരുമ്പോൾ ആദിയിൽ ജലമുണ്ടായി, ക്രിസ്ത്യൻ മതത്തിൽ പറയും പോലെ തന്നെ ആ ജലപ്പരപ്പിൽ, ജലവും ഉപരിതലത്തിൽ ആദ്യമായി ഒരു ജീവചൈതന്യം വന്നു. അത് മഹാവിഷ്ണു ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ലീനാവസ്ഥ, പ്രകടമല്ലാത്ത അവസ്ഥയാണ് ലീനാവസ്ഥ. പ്രപഞ്ചത്തിൽ തന്നെ ദൈവചൈതന്യം ലയിച്ചിരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നിനെയും ദൈവചൈതന്യത്തെയും വേർപെടുത്താനാവാത്ത ദൈവം മാത്രമുണ്ടായിരുന്ന ഒരു സമയം. അപ്പൊ പിന്നെയുള്ള സൃഷ്ടിജാലങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ്. അവിടെ ആദ്യം ഉത്ഭവിച്ചതാര് എന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഭയങ്കര തർക്കമുണ്ട്. വിഷ്ണു ആണെന്നൊരു കൂട്ടർ, അല്ല ശിവനാണെന്നൊരു കൂട്ടർ. വിഷ്ണുവിന്റെ ശ്രേഷ്ഠത്വം പറയാൻ ഒരുപാട് കഥകൾ പറയും, ശിവന്റെ ശ്രേഷ്ഠത്വം പറയാൻ ഒരുപാട് കഥകൾ പറയും. ഇവിടെ രണ്ടിടത്തും വ്യക്തമായി മനസ്സിലാക്കേണ്ട ശിവനും വിഷ്ണുവും ഒന്നാണ് എന്ന തത്വം മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് രണ്ടാകാൻ കഴിയില്ല. കാരണം അവർ രണ്ടും പരബ്രഹ്മത്തിന്റെ പ്രകട രൂപങ്ങളാണ്. പരബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു എന്നും ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ രൂപം എന്ത്, അതിന് കൈകാലുകളുണ്ടോ, മുഖമുണ്ടോ, കണ്ണുണ്ടോ, അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിയത് അനന്തമായ സർവവുമായ ഊർജവും അതിൻ്റെ സർവസമർത്ഥകമായ അവബോധവുമാണ് പരബ്രഹ്മം എന്നാണ്. ആ അവബോധത്തിൽ നിന്നും ആ സർവശക്തിത്വത്തിൽ നിന്നും രൂപം കൊടുത്ത ആ രൂപം കൊണ്ട് വന്നിട്ടുള്ള ഒന്നാണ് മഹാവിഷ്ണു. അപ്പൊ അതും സർവശക്തനാണ്, അതും പരബ്രഹ്മമാണ്. പക്ഷെ അതിനൊരു പ്രകട രൂപമുണ്ട് എന്നുള്ളതാണ്. ഈ രൂപം ആർജിക്കുമ്പോൾ മഹാവിഷ്ണു ആലിലയിൽ വന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, അനന്തശായിയായി തീർന്നു. പൊക്കിളിൽ നിന്നും താമര ഉയർത്തി അതിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിടത്തോളം പ്രപഞ്ചത്തിൽ ആദ്യം ഉത്ഭവിച്ചത് വിഷ്ണുവാണ് എന്ന സങ്കല്പം ശരിയാവും. അപ്പോഴാണ് ഇവർ തമ്മിലൊരു മത്സരമുണ്ടായി എന്നാണ് പറയുന്നത്, ബ്രഹ്മാവും വിഷ്ണുവും. അങ്ങനെ ഇവർ തമ്മിലുണ്ടായ മത്സരത്തെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാർ ഇങ്ങനെ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ആ പറച്ചിലുകൾ ഒന്നും ശരിയല്ല. അത് ആ രീതിയിലല്ല അവയെ കാണേണ്ടത്. അവർ തമ്മിൽ രണ്ട് ഗുണവിശേഷങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. കാരണം രണ്ട് ഗുണം ആവിർഭവിച്ചാണ് അവർ വന്നിട്ടുള്ളത്. സർവഗുണവും നിറഞ്ഞിരിക്കുന്ന, എല്ലാം കൂടെ ചേർന്ന് ന്യൂട്രലായിരിക്കുന്ന ഒരു പരബ്രഹ്മാവസ്ഥയിലല്ല. ഒരു ഗുണത്തിന് പ്രസക്തിയേറുന്ന വിധം തന്നെയാണ് വിഷ്ണു വന്നിരിക്കുന്നത്, മറ്റൊരു ഗുണത്തിന് പ്രസക്തിയേറുന്ന വിധം തന്നെയാണ് ബ്രഹ്മ വന്നിട്ടുള്ളത്. അപ്പോഴവിടെ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്ന ഒരു ശിവസ്തംഭം, അഗ്നിസ്തംഭമുണ്ട്. ഇപ്പൊ ശിവരാത്രി കാലമാണ്. പക്ഷെ എങ്കിലും ആ ശിവസ്തംഭം പ്രത്യക്ഷപ്പെട്ട കഥയെ നമുക്ക് പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ആ കഥയിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ യുക്തി കൊണ്ട് പരിശോധിച്ചാൽ അറിയാം. തീർച്ചയായിട്ടും നമ്മുടെ യുക്തി കൊണ്ട് പരിശോധിക്കാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പുസ്തകത്തിലെങ്കിലും എഴുതിയിട്ടുള്ളതോ ഈ എന്താ പറയുക, വിശ്വരൂപം പ്രകടിപ്പിച്ചു കൊണ്ടുവന്ന ഒരാൾ പറഞ്ഞാൽ പോലും നീ നിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് നീ വിമർശിച്ച് ചിന്തിക്കണം, എന്നിട്ട് യോജിക്കുന്നെങ്കിൽ യോജിക്കുക എന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിതിനെ വിമർശിച്ച് തന്നെ ചിന്തിക്കാം. ഏത് മതത്തിൻ്റെയും ഗ്രന്ഥങ്ങളെ വിമർശിച്ച് ചിന്തിക്കാം. സ്വീകാര്യമല്ലെങ്കിൽ അവയെ അവഹേളിക്കാതെ നമുക്കത് മനസ്സിലാകാത്തതായിരിക്കും എന്ന് പറഞ്ഞതിനെ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് അനുവർത്തിക്കാൻ കഴിയില്ല അത്തരം ചിന്തകളെ. എന്തുകൊണ്ടാണ്? മാനവികമായും മനുഷ്യ ശ്രേയസ്സിനും ഉതകുന്നതല്ല, അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുകയും
അതിനെ അപമാനപ്പെടുത്തുന്നതുമാണ് ആ ചിന്തയെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മളത് മാറ്റിവെക്കുന്നതേ ഉള്ളൂ. ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം അത് ദൈവികമായി പ്രകടമായെന്ന് പറയപ്പെടുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിക്ക് വിധേയമാകാത്ത കാര്യങ്ങൾ അതിലുണ്ടാകും എന്ന് വിശ്വസിച്ചാണ് നമ്മളതിനെ മാറ്റിവെക്കുന്നത്. പക്ഷേ നമുക്ക് സ്വീകരിക്കാനും പറ്റില്ല, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വിധേയമല്ലത്, അതുകൊണ്ട് നമ്മൾ അനുവർത്തിക്കുന്നില്ല. അങ്ങനെ നമുക്കത് നീട്ടിവെക്കാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ അഗ്നിസ്തംഭം അതിന് ക്ഷേത്രങ്ങളിലൊക്കെ വെച്ച് ശിവന്റെ അടയാളമായി പൂജിക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയ രൂപം എടുത്തിട്ട്. ആൾക്കാരിനെ ശിവലിംഗം എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് പലരും. ലിംഗം എന്ന് പറയുന്ന ലൈംഗികാവയവം എന്ന അർത്ഥത്തിലല്ല, എന്ന അർത്ഥം അതിനകത്ത് ഇല്ല. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നേ ഉള്ളൂ. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പം നിങ്ങളുടെ അടയാളം, നിങ്ങൾ സ്ത്രീ എന്നാണോ പുരുഷൻ എന്നാണോ നപുംസകമാണെന്നോ ആണോ എന്നുള്ള അടയാളത്തെക്കുറിച്ചാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നേ ഭാഷയിൽ അർത്ഥമുള്ളൂ. പക്ഷെ സ്ത്രീക്ക് അടയാളം എന്ത്, പുരുഷൻ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ പലവിധ അടയാളങ്ങളിലൂടെയും സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാമെങ്കിലും ഒരു കൊച്ചു ജനിച്ചാൽ ആദ്യം നോക്കുന്നത് ലൈംഗികാവയവത്തിലാണ്, ആണോ പെണ്ണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ശൈശവാവസ്ഥയിൽ അല്ലാത്ത അടയാളങ്ങൾ വെച്ച് നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. ആ പാഠമാണ് ശിവസ്തംഭത്തിലേക്കും ശിവ അടയാളത്തിലേക്കും വന്നപ്പോൾ അതിനെ ശിവലിംഗം, ശിവന്റെ ലിംഗമാണ്, ശിവന്റെ ലിംഗം എടുത്ത് ശിവന്റെ ജനനേന്ദ്രിയം എടുത്ത് പൂജിക്കുന്ന പരിഹാസ്യരാക്കുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ ആ ലിംഗത്തിന് മഹത്വം, ശിവന്റെ അടയാളത്തിന് മഹത്വമുണ്ടെങ്കിലും അതിന് ശിവന് ശ്രേഷ്ഠത നൽകുന്ന ആ കഥയ്ക്ക് പ്രാമാണ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അറ്റം കാണാത്തത്ര വിധം ഉയർന്നു നിൽക്കുകയും ബ്രഹ്മാവ് മുകളിലോട്ടും വിഷ്ണു താഴോട്ടും അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പോയി എന്നാണ് ആ കഥ. എന്നിട്ട് തളർന്ന അവശനായ ബ്രഹ്മാവ് അങ്ങനെ മുകളിലോട്ട് പോയപ്പോൾ ഒരു കൈതപ്പൂ താഴോട്ട് വരുന്നു. ആ കൈതപ്പൂ താഴോട്ട് വരുമ്പോൾ ബ്രഹ്മാവ് കൈതപ്പൂവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയണം, നീ എത്ര കാലം എവിടെ നിന്നാണ് വരുന്നത്? അത് ചോദിച്ചു എൻ്റെ അഗ്രത്തുനിന്ന് വരികയാണ്. എത്ര കാലമായി? 3 ബ്രഹ്മപ്രളയമായി ഞാൻ എവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അത് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ വന്നില്ലേ? ശിവന്റെ തലയിൽ നിന്നും ആ സമയത്ത് ബ്രഹ്മാവ് നിൽക്കുന്ന അവസ്ഥയിലെ ശിവന്റെ ആ ശിവസ്തംഭത്തിന്റെ അഗ്രത്തിൽ നിന്നും ബ്രഹ്മാവ് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് വരാൻ ആക്ച്വലി 3 ബ്രഹ്മപ്രളയം മതി എന്നല്ലേ അർത്ഥം? ലിമിറ്റേഷനെ. അപ്പൊ ലിമിറ്റേഷൻ ഇല്ലാത്ത ശിവസ്തംഭത്തെ മഹത്വം വ്യക്തമാക്കാനായിട്ട് ഊരിത്തിരിഞ്ഞു വന്ന കഥയിൽ ശിവസ്തംഭത്തിന്റെ ലിമിറ്റേഷൻ ആണ് ആദ്യം പറയുന്നത്. ശിവൻ അനന്തൻ തന്നെയാണ്, സങ്കല്പത്തിലും നമ്മുടെ വിശ്വാസത്തിലും ശിവൻ അനന്തനാണ്, അന്തമില്ലാത്തവൻ തന്നെയാണ്. അതേസമയം വിഷ്ണുവിന്റെ അന്തർഭാഗത്തു കൂടെ ഈ താമര ഇതളിലൂടെ ബ്രഹ്മാവ് താഴോട്ടിറങ്ങി വിഷ്ണുവിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും വിഷ്ണു ശരീരത്തിന്റെ അറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിന് കഴിയാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വിഷ്ണുവിനും അന്തമില്ല. വിഷ്ണുവിന്റെ അറ്റം കാണാൻ, തലയോ ശിരസോ ഏതാണെന്നുള്ളത് കാണാൻ ശിവൻ പോയതായുള്ള കഥയുമില്ല. എങ്കിലല്ലേ പരസ്പരം കാണാൻ കഴിഞ്ഞില്ലയോ എന്നുള്ളത് അറിയാൻ പറ്റൂ. അപ്പൊ അവിടെ ലിമിറ്റേഷൻ ശിവലിംഗത്തിൽ ആരോപിക്കപ്പെടുകയും തിരിച്ചൊരു മത്സരം നടക്കാതെ പോവുകയും ചെയ്തത് കൊണ്ടാണ് ആ കഥ പ്രതിപാദിക്കും പോലെ ആ കഥയ്ക്ക് പ്രാമാണ്യമില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും ശിവന്റെ മഹത്വം അതുകൊണ്ട് കുറയുന്നില്ല. ഒരു ശിവലിംഗത്തിൽ അറ്റം കാണാതായി പോയ കഥയല്ല ശിവന്റെ മഹത്വത്തിന്, ശിവൻ എന്ന സങ്കല്പത്തിന്റെ മഹത്വത്തിന് അടിസ്ഥാനം. അതുപോലെ ഈ കഥ അല്ലെങ്കിൽ ഈ ത്രിമൂർത്തി സങ്കല്പം ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് അടുത്ത എപ്പിസോഡിൽ പരാമർശിക്കാം. നന്ദി, നമസ്തേ.